പുഷ്പഗിരിയിൽ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി യുവതി മരിച്ചു. ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. സഭകളുടെ ആശുപത്രികളിൽ ചികിത്സാ പിഴവ് കൊണ്ടുണ്ടാകുന്ന മരണങ്ങൾ എങ്ങനെയാണ് ഒതുക്കി തീർക്കുന്നത് എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾ ഇന്ന് നൽകുന്നത്. മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല രൂപതയുടെ കീഴിലുള്ള തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ, അതായത് വെള്ളിയാഴ്ച, പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. ആലപ്പുഴ ജില്ലയിലെ എടത്തുവ കൊടുപ്പുന്ന തൃക്കാർത്തികയിൽ KJ മോഹനന്റെ മകൾ 29-കാരിയായ നിത്യമോഹനാണ് ദാരുണമായ മരണം സംഭവിച്ചത്. പ്രസവവേദനയെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ എമർജൻസി വിഭാഗത്തിൽ നിത്യയെ എത്തിക്കുകയായിരുന്നു എന്ന് ആശുപത്രി അധികൃതർ i2 ന്യൂസിനോട് പറഞ്ഞു. തുടർന്ന് രാവിലെ 11 മണിയോടെ സിസേറിയനിലൂടെ ഇരട്ടക്കുട്ടികളെ 2 ആൺകുഞ്ഞുങ്ങളെ പുറത്തെടുത്തു. പിന്നീട് രക്തസ്രാവം നിൽക്കുന്നില്ലെന്നും യൂട്രസ് നീക്കം ചെയ്യണമെന്നും വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർ അതിന് അനുമതിയും നൽകി. എന്നാൽ വൈകിട്ട് 3 മണിയോടെ ഹൃദയാഘാതം ഉണ്ടായെന്നും വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്നും വീട്ടുകാർ പറയുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നിത്യയെ കാണുവാൻ വീട്ടുകാരെ അനുവദിച്ചില്ലെന്നും മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുവാനും സമ്മതിച്ചില്ലെന്നും ബന്ധുക്കൾ i2 ന്യൂസിനോട് പറഞ്ഞു. വൈകിട്ട് 6 മണിയോടുകൂടി മരിച്ചതായി വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതിരുന്ന നിത്യമോഹന് IVF ചികിത്സയിലൂടെയാണ് ഗർഭം ധരിച്ചതെന്നും പുഷ്പഗിരി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗൈനക്കോളജിയിൽ ഡോക്ടർ സുജ മേരി മാണിയുടെ അടുത്ത് കഴിഞ്ഞ 4 മാസങ്ങളായി കൃത്യമായി ഫോളോ അപ്പിന് വന്നുകൊണ്ടുമിരുന്ന ആളാണ് നിത്യമോഹൻ എന്ന് പുഷ്പഗിരി ആശുപത്രി മാനേജർ ജിജു സാമുവൽ i2 ന്യൂസിനോട് വെളിപ്പെടുത്തി. ജിജു സാമുവൽ ജിജു സാമുവലാണ് പറഞ്ഞത്. ഇന്നലെ നടന്ന ഒരു ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എൻ്റെ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയായിരുന്നു വിളിക്കുന്നത്. നമ്മുടെ നിത്യമോഹൻ, അന്നേരം അതിന്റെ ഒരു കോസ് ഓഫ് ഡെത്ത് എന്തായിരുന്നു അതിന്റെ ഒരു റീസൺ, നമ്മുടെ ഒരു വേർഷൻ അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. സാറേ, അത് നമ്മുടെ ഡോക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറയാം. കാരണം നമ്മുടെ ഡോക്ടേഴ്സ് കുറച്ച് മുന്നേ അവരുടെ ബന്ധുക്കളോടും എല്ലാം സംസാരിച്ചായിരുന്നു. പോലീസൊക്കെ വന്നപ്പോഴും അവരോടെല്ലാം സംസാരിച്ചു, എല്ലാം ക്ലിയർ ചെയ്തു. പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് ബോഡി ഓൾറെഡി വിട്ടിട്ടുണ്ട്. അപ്പോൾ മരണകാരണം എല്ലാം പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. പിന്നെ നമ്മുടെ ആശുപത്രി സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവർ എമർജൻസി ആയിട്ട് വന്നതാണ് കാഷ്വാലിറ്റിയിൽ. അപ്പം പ്രൊസീജിയർ എടുത്തു. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ പറഞ്ഞു, അതായത് അവർക്ക് മറ്റു ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോകാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു അവരുടെ പേരൻസ് പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ആ സമയത്ത് പേഷ്യന്റ് സിക്കായി, പ്രൊസീജിയറിന്റെ സമയത്ത് പേഷ്യന്റ് സിക്കായി, അറസ്റ്റ് ഒക്കെ ഉണ്ടായി. അപ്പം വെന്റിലേറ്ററിലായി, ICUവിൽ ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് പേഷ്യന്റ് അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പം ട്രാൻസ്പോർട്ടേഷനുള്ള റിസ്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ നമ്മൾ. അല്ലാതെ നമ്മളാരും ഷിഫ്റ്റ് ചെയ്തെന്നല്ല പറഞ്ഞ്, ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അത് നമ്മൾ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ കേസുകളെല്ലാം തന്നെ പറയാറുണ്ടല്ലോ. അല്ലാതെ നമ്മളാരും ഷിഫ്റ്റ് ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രശ്നങ്ങളോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അല്ല. പേഷ്യന്റ് കണ്ടീഷൻ വളരെ മോശമായിരുന്നു ആ സമയത്ത്. അവിടെ ഫോളോ അപ്പിന് വന്നോണ്ടിരുന്ന പേഷ്യന്റ് ആണോ അതോ എമർജൻസി ഈ ഡെലിവറിക്ക് വേണ്ടി മാത്രം വന്ന പേഷ്യന്റ് ആയിരുന്നോ? ഫോളോ അപ്പ് ഉള്ള പേഷ്യന്റാ ഇവിടെ. അവിടെ തന്നെ വന്നോണ്ടിരുന്ന പേഷ്യന്റാ? ഫോളോ അപ്പ് ഉള്ള പേഷ്യന്റ് ഉണ്ട്. അന്നേരം ഇത്തരത്തിലുള്ള ഒരു റിസ്ക് സാധ്യതയൊന്നും അന്നേരം അവർക്ക് ഈ ലാസ്റ്റ് സ്കാനിങ്ങിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊന്നും ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ സാധ്യത? പ്രത്യേകിച്ച് ഡ്യുവൽ മറ്റേ ഇരട്ട കുട്ടികളായിരുന്നല്ലോ. അല്ല, അങ്ങനെയൊന്നും പറയട്ടെ. IVF വഴി ഉണ്ടായതാണല്ലോ. അപ്പം അങ്ങനെയുള്ള എനിക്ക് പറഞ്ഞു കേട്ടില്ല. ഞാനത് കൂടുതൽ എനിക്കറിയാം. ഞാനെന്തായാലും വേണമെങ്കിൽ നമ്മുടെ സമ്മറി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാനതിന്റെ ഇത് പറഞ്ഞുതരാം കേട്ടോ. IVF പ്രഗ്നൻസി ആയിരുന്നോ? IVF പ്രഗ്നൻസി ആയിരുന്നു. ഗുരുതര ചികിത്സാ പിഴവ് ആരോപിച്ച് നിത്യമോഹന്റെ പിതാവ് KJ മോഹൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് ക്രൈം നമ്പർ 1499/2025 BNSS 194 വകുപ്പിട്ട്, അതായത് അസ്വാഭാവിക മരണത്തിന് മാത്രം കേസ് രജിസ്റ്റർ ചെയ്തു. പുഷ്പഗിരി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സുജ മേരി മാണിയെ കാണിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈ പ്രഗ്നൻസിയുടെ പ്രത്യേകതകളും ഇരട്ടക്കുട്ടികളാണെന്നും എല്ലാ റിസ്ക് സാധ്യതകളും അവർക്ക് അറിവുള്ളതുമായിരുന്നു എന്നും നിത്യയുടെ പിതാവ് KJ മോഹനൻ i2 ന്യൂസിനോട് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് ചുരുക്കിയായിട്ടൊന്ന് പറയാമോ? ഒന്ന് ഞങ്ങളെ 7 മണിക്ക് മുമ്പ് ചെറിയൊരു പ്രളയം വന്നു. വെള്ളിയാഴ്ച രാവിലെ? വെള്ളിയാഴ്ച രാവിലെ. അപ്പോൾ ഞങ്ങൾ ആശാവർക്കറേയും പിന്നെ എൻ്റെ മരുമോള് നേഴ്സാണ്, അവളെ വിളിച്ചു. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ ഉടനെ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 8:30 ആയപ്പോൾ അവിടെ ചെന്നു. 8:30 ആയപ്പോൾ അവിടെ ചെന്നിട്ട് അവർ നോക്കിയിട്ട് പറഞ്ഞു ലേബർ റൂമിലോട്ട് കയറ്റിയിട്ട്
എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ട് മേടിച്ചോളൂ. ഞാൻ അത് കൊടുത്തു കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, സീരിയസ് ആണെന്ന് പറഞ്ഞു. അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം. ഞങ്ങൾ ചെയ്തോളാം പറഞ്ഞു. അത് കഴിഞ്ഞൊരു 10:30 2 കുട്ടികളെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞിട്ട് അവർ പോയി. പിന്നെ ഒരു 11:30 ആയപ്പോൾ 12 മണിയാവുള്ള കറക്റ്റ് സമയം അറിയില്ല. അവന് ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ കൊണ്ട് പറഞ്ഞുകൊണ്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളെന്നാ ചെയ്യണ്ടേ, ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പറ, ഞങ്ങളെന്നാ ചെയ്യണമെന്ന് പറ, അല്ല ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ പറ, വേറെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ, പൈസയുടെ ആണോ പ്രോബ്ലം, നിങ്ങൾ പറ എന്നാന്ന് ചെയ്യണമെന്ന് വെച്ചാൽ പറ. അപ്പോൾ അല്ല ഞങ്ങൾ നോക്കണം. അത് 1/4 മണിക്കൂർ കഴിയുമ്പോൾ ബ്ലഡ് നിൽക്കുന്നില്ല. ഞങ്ങൾ ബ്ലഡ് കയറ്റുന്നുണ്ട്, പക്ഷേ ബ്ലഡ് നിൽക്കുന്നില്ല, യൂട്രസ് മാറ്റണമെന്ന് പറഞ്ഞു. ശരി. ഞാൻ അപ്പോഴും പറഞ്ഞു യൂട്രസ് മാറ്റിക്കാൻ നിർബന്ധമാണ്, അതായത് അല്ലാതെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ശരി നിങ്ങൾ യൂട്രസ് മാറ്റിക്കുക, എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി 1:30 ആയപ്പോൾ അവർ വന്നു യൂട്രസ് മാറ്റി ബ്ലഡ് നിന്നു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 മണിയായപ്പോൾ വന്നു പറയാം BP ലോ ആയി, BP പൊങ്ങുന്നില്ല. അപ്പോഴും ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നാ പറഞ്ഞു, ഞാൻ എന്നാ ചെയ്യണ്ട, നിങ്ങൾ അത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു BP ലോ അങ്ങോട്ട് പൊങ്ങുന്നില്ല, ഞങ്ങൾ കാർഡിയോളജിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്, അവർ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേ ഞാൻ ചോദിക്കുന്നത് പറ, ഞങ്ങൾ എന്നാന്ന് ചെയ്തോളാം. ഇല്ലില്ല കുഴപ്പമില്ല, ഞങ്ങൾ ശരിയായിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. 3:30 വന്നുകൊണ്ട് BP കൊണ്ട് കൂടുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ തന്നെ, ഇത് ഈ പള്ളിയിൽ തന്നെ അല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ, നിങ്ങളത് പറ, ഞങ്ങൾ ഡോക്ടേഴ്സ് ഒന്നും അല്ലല്ലോ, നിങ്ങൾ പറ ഞങ്ങൾ എന്നാ ചെയ്യണം. അല്ലെ ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും തിരിച്ചുപോയി. 4 മണി കഴിഞ്ഞപ്പോൾ അവർ ICUന്ന് വെന്റിലേറ്ററിലോട്ട് കൊണ്ടുപോയി. അപ്പോഴാണ് രാവിലെ 10 മണിക്ക് കയറ്റിയ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണുന്നു. അന്നേരം ജീവനോട് ഉണ്ടായിരുന്നോ കുഞ്ഞ് ആ സമയത്ത്? വെന്റിലേറ്ററിൽ പോകുന്ന സമയത്ത് കുഞ്ഞ് ജീവനോടുണ്ട്, ബോധമില്ല, ജീവനുണ്ട്. അതുകൊണ്ട് വെന്റിലേറ്ററിൽ കയറ്റി അവർ പറഞ്ഞ് ഞങ്ങൾ നോക്കണ മാക്സിമം എല്ലാം ശരിയാവും, നോർമലാവും, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ഇത് തന്നെ അടു, നിങ്ങൾ ഡോക്ടറാണോ വേറെ വല്ലതാണോ? ഇത് ഏത് ഡോക്ടറായിരുന്നു കുഞ്ഞ് മോളെ നോക്കിക്കൊണ്ടിരുന്നത്? സുജാ മേരി മാണിയാന്ന് തോന്നുന്നു. ഈ ഡോക്ടറായിരുന്നോ നോക്കിക്കൊണ്ടിരുന്നത്? അതാ 4 മാസമായിട്ട് ആ ഡോക്ടർ അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. ഡെലിവറി ഹാൻഡിൽ ചെയ്തും ഈ ഡോക്ടർ തന്നെയാണോ? സാറേ അത് നമുക്കറിയാം, അവർ ഓപ്പറേഷൻ തിയേറ്ററിലല്ലേ നടത്തുന്നത്. അന്നേരം ആ സമയത്ത് ഈ ഡോക്ടർ ഉണ്ടായിരുന്നോ അവിടെ? ഉണ്ടായിരുന്നെന്നാ പറയുന്നത്, ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ 5:30 ആയപ്പോൾ ഞാൻ വീണ്ടും അവർ വന്ന് ഇന്നോലെ BP നോർമൽ ആവുന്നില്ല. ഞാൻ ചോദിച്ചു ഞങ്ങൾ എന്നാ ചെയ്യും, ഞങ്ങൾ വേറെ വല്ലയിടത്തും കൊണ്ടുപോകണോ, കോട്ടയം മെഡിക്കൽ കോളേജിൽ അമൃതയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകണോ? വേണ്ട, ഇവിടെ അനക്കാവത്തില്ല, 24 മണിക്കൂർ ഇവിടെ നിന്ന് അനക്കാൻ ഒക്കത്തില്ല. അത് കഴിഞ്ഞ് സാറേ 6:30 വന്ന് പറയാം ഹാർട്ട് അറ്റാക്ക് വന്നു, ആള് പോയി. ഇതാണ് സംഭവം. എത്ര മാസമായിട്ട് ഇപ്പം ഈ പുഷ്പഗിരിയിൽ നമ്മൾ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു? പുഷ്പഗിരിയിൽ 4 മാസമായി. അന്നേരം അവർ സ്കാനിങ്ങും മറ്റ് റിപ്പോർട്ട്സും എല്ലാം അവൾക്ക് ഓൾറെഡി ഇത് ഇരട്ട കുട്ടികളാണെന്ന് അവർക്ക് നേരത്തെ സ്കാനിങ്ങിൽ നിന്ന് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടായിരുന്നു, അവർ പറയുകയും ചെയ്തല്ലോ ഇരട്ട കുട്ടികളാണ്. അന്നേരം ഇതിനകത്തെ റിസ്ക് സാധ്യതകളും എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്നിരിക്കെ അവർക്കെല്ലാം അറിയാം, അല്ലാതെ ഒരു പെട്ടെന്ന് വന്ന ഒരു കേസ് അല്ലല്ലോ, പെട്ടെന്ന് നല്ല എല്ലാം അറിയാവുന്ന കേസാണ്. എനിക്ക് സാറേ ഈ ബ്ലീഡിങ് വരാൻ ഞാൻ പല ആൾക്കാരുടെ സംസാരം ചേട്ടാ സിസേറിയൻ നോർമൽ ഡെലിവറി ആണെങ്കിൽ ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്, സിസേറിയൻ ആണെങ്കിൽ ബ്ലീഡിങ് വരാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് പറയുന്നത്. അത് അവർക്ക് എന്തോ കൈപ്പഴ പറ്റിയതാണെന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുള്ള ആൾക്കാർ വരെ പറയുന്നു. ഇപ്പൊ എന്താണ് സാഹചര്യം, എന്താണ് ഇപ്പം? രാവിലെ തഹസീൽദാറൊക്കെ വന്ന റിപ്പോർട്ടൊക്കെ എഴുതി, അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്തു, അതിന്റെ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം അവരവിടുന്ന് തിരിച്ചു. ബോഡി എത്തിയോ? എന്നാ സംസ്കാരം? എന്നാ സംസ്കാരം? നാളെ വൈകിട്ട് 4 മണിക്ക് പാമ്പാടി വെച്ച് 8 മൈൽ അല്ലേ? കുഞ്ഞുങ്ങള് അവരുടെ കെയറിൽ വെച്ചിരിക്കുന്ന അവിടെ 2 പേര് നിപ്പുണ്ട്, കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ലെന്നാ പറയുന്നത്. 2 ആൺകുഞ്ഞുങ്ങളും. മോൻചേട്ടന് എത്ര മക്കളായിരുന്നു? എനിക്ക് 3 മക്കള്, 2 ആൺപിള്ളേരാണ്, മൂത്ത 2 പേരും. ഇത് ഏറ്റവും ഇളയ മോളാണ്. വിവാഹം കഴിഞ്ഞിട്ട് അവിടെ കല്യാണം കഴിഞ്ഞിട്ട് 3-3.5 വർഷമായി.
ആശുപത്രി അവര് ക്ലിയർ ആയിട്ട് ഒന്നും പറഞ്ഞു. ഞാൻ അവരോട് 10 പ്രാവശ്യം 10 100 പ്രാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പറ, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ, എന്തെങ്കിലും ചെയ്യണോ, നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാ, പൈസയുടെ പ്രോബ്ലം ആണോ പറ, എന്നാലും ഞാൻ ചെയ്തോളാം പറഞ്ഞു. അവരൊന്നും ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പം ഞങ്ങൾ സാറേ എനിക്ക് അങ്ങോട്ട് കയറി പരിശോധിക്കാനൊക്കത്തില്ലല്ലോ. നിത്യ എന്ത് ചെയ്യുമായിരുന്നു, എന്ത് ജോലിയായിരുന്നു മോൾക്ക്? നിത്യ നേരത്തെ പ്രൈവറ്റ് കമ്പനി പോയിരിക്കുകയായിരുന്നു അവിടെ എറണാകുളത്ത്. അത് കഴിഞ്ഞിട്ട് ഈ പ്രഗ്നൻ്റായി പിന്നെ അവൾ ജോലിക്ക് പോകുന്നില്ല. നടപടി എന്താണ്? തീർച്ചയായിട്ടും അത് സാറുമാരല്ലേ അന്വേഷിക്കേണ്ടത്. അവരുടെ എന്തെല്ലാം പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസിന് പോകും. പോലീസിന് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് BNSS 194 വകുപ്പ് ഇട്ടിരിക്കുന്നത്. ചികിത്സിച്ച സർജറിക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടറുടെയോ ആശുപത്രി അധികൃതരുടെയോ ഒന്നും പേര് ഈ FIR-ലില്ല. ആ FIR-ന്റെ ഉള്ളടക്കം തന്നെ കണ്ടാൽ മതി എത്ര ഉദാസീനമായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആവലാതിക്കാരൻ്റെ മകൾ 29 വയസ്സുള്ള നിത്യാമോഹൻ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ 6/6/2025 വൈകിട്ട് 6:30 മണിയോടെ എങ്ങനെയോ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. എങ്ങനെയോ മരണപ്പെട്ടു എന്ന്, ചികിത്സാ പിഴവ് കൊണ്ടാണ് മരണപ്പെട്ടതെന്ന് കൃത്യമായി പിതാവ് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. എങ്ങനെയോ മരണപ്പെട്ടു എന്ന്. സർജറിക്ക് മുമ്പ് നിയമപരമായി രക്ഷപ്പെടുവാനുള്ള എല്ലാ രേഖകളും ആശുപത്രി അധികൃതർ പേഷ്യൻ്റെ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആശുപത്രിക്കോ ഡോക്ടർമാർക്കോ യാതൊരു ചുക്കും സംഭവിക്കില്ല. ആ 2 ചോരക്കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായി, അത്രമാത്രം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.